നമസ്കാരം, ഞാൻ റിനോ സാക് വടക്കത്ര. പ്രധാന വാർത്തകൾ. SSLC പരീക്ഷയ്ക്ക് സംസ്ഥാനത്ത് റെക്കോർഡ് വിജയം. 95.47 വിജയ ശതമാനം. നടൻ സുരാജ് വെഞ്ഞാറമൂടിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം. പേരറിയാത്തവർ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ദേശീയ പുരസ്കാരം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് അനുവദിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് UDFന് നല്ല ആത്മവിശ്വാസമെന്നും മുഖ്യമന്ത്രി. രക്തം ചൊരിയാതെയുള്ള ബലിയുടെ സ്മരണ പുതുക്കി നാളെ പെസഹ വ്യാഴം. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും. വാർത്തകളിലേക്ക് വിശദമായി. SSLCയിൽ റെക്കോർഡ് വിജയം. 95.47 വിജയ ശതമാനം. 4,42,608 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബാണ് SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചത്. ഇത്രയും നേരത്തെ ഫലം പ്രഖ്യാപിക്കുന്നത് ഇത് ആദ്യമാണ്. 2013 1.3% വർധനമാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത്. 14,802 പേർ എല്ലാ വിഷയങ്ങളിലും A+ നേടി. ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കണ്ണൂർ ജില്ലയിലും കുറവ് പാലക്കാട്ടുമാണ്. കണ്ണൂരിൽ 98.27 വിജയ ശതമാനവും ആണ്. സംസ്ഥാനത്ത് 281 സർക്കാർ സ്കൂളുകളടക്കം 931 സ്കൂളുകൾ 100% വിജയം നേടി. ഗൾഫിൽ പരീക്ഷ എഴുതിയ 99.2%, ലക്ഷദ്വീപിൽ പരീക്ഷ എഴുതിയ 76.5%, പ്രൈവറ്റായി എഴുതിയ 62.81% വിജയിച്ചതായി മന്ത്രി പറഞ്ഞു. ഇത്തവണ മോഡറേഷൻ നൽകിയിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു. റെക്കോർഡ് വേഗത്തിലാണ് ഇക്കുറി SSLC പരീക്ഷാ ഫലം പുറത്തുവന്നത്. പരീക്ഷ അവസാനിച്ച് 25 ദിവസത്തിന് ഉള്ളിലാണ് മൂല്യനിർണ്ണയം പൂർത്തീകരിച്ചത്. 54 കേന്ദ്രീകൃത ക്യാമ്പുകളിലായിരുന്നു മൂല്യനിർണ്ണയം. നടൻ സുരാജ് വെഞ്ഞാറമൂടിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനായി. ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പേരറിയാത്തവർ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സുരാജിനെ അവാർഡിന് അർഹനാക്കിയത്. ഹിന്ദി താരം രാജ്കുമാർ റാവുവിനൊപ്പമാണ് സുരാജ് അവാർഡ് പങ്കിട്ടത്. മികച്ച നടനടക്കം 3 പുരസ്കാരങ്ങളാണ് മലയാളത്തിന് ലഭിച്ചത്. മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള പുരസ്കാരവും പേരറിയാത്തവർ നേടി. മലയാള സിനിമയ്ക്കുള്ള അംഗീകാരമാണിതെന്ന് സുരാജ് പ്രതികരിച്ചു. സലീം കുമാറിന് ശേഷം മലയാള സിനിമയിൽ ഹാസ്യതാരത്തിന് ലഭിക്കുന്ന ദേശീയ അവാർഡ് കൂടിയാണ് ഇത്. തനിക്ക് ലഭിച്ച പുരസ്കാരം മലയാള സിനിമയ്ക്ക് മിമിക്രി കലാകാരന്മാർക്ക് വേണ്ടിയും സമർപ്പിക്കുന്നതായി സുരാജ് പറഞ്ഞു. മലയാളത്തിലെ വലിയ നടന്മാർക്കൊപ്പമുള്ള അഭിനയം തനിക്ക് കരുത്ത് നൽകി. പുരസ്കാര ലബ്ധിയിൽ എല്ലാവരോടും നന്ദിയുണ്ടെന്നും സുരാജ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് വേണമെന്ന് കേരളം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. സംസ്ഥാനത്തെ ഭരണസമരം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് UDFന് നല്ല ആത്മവിശ്വാസമാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രചരണ രംഗത്ത് ആദ്യാവസാനം ഒരേ പ്രവണതയാണ് ഉണ്ടായിരുന്നത്. PC ജോർജ് പത്തനംതിട്ടയിൽ മുന്നണിക്കെതിരായി പ്രവർത്തിച്ചുവെന്ന ആരോപണം മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്ന മുൻനിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതാദ്യമായാണ് വോട്ടെടുപ്പിന് ശേഷം ഫലം എന്താകുമെന്നതിനെപ്പറ്റി മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഇക്കുറി പോളിംഗ് ശതമാനത്തിൽ വർധനമുണ്ടായിട്ടുണ്ട്. ഇടവേള. സാറിനും ലോട്ടറിയോ? കേരള ഭാഗ്യക്കുറി എടുക്കാനുള്ള മനസ്സാണ് ഏറ്റവും വലിയ ഭാഗ്യം കൊണ്ടുവരുന്നത്. അതെ, ഇതുവഴി ഞാൻ അയാളുടെ അധ്വാനത്തെയാണ് ബഹുമാനിക്കുന്നത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഉത്തരവാദിത്വത്തിന്റെ ഉറപ്പുചീട്ട്. വിശ്വസ്തം, സുതാര്യം, ജനകീയം. വാർത്തകൾ തുടരുന്നു. നാളെ പെസഹ വ്യാഴം. യേശുദേവൻ ശിഷ്യന്മാർക്കൊപ്പം നടത്തിയ അവസാനത്തെ അത്താഴത്തിന്റെ സ്മരണയ്ക്കായി ക്രൈസ്തവ സമൂഹം പെസഹ വ്യാഴം ഭക്തിപൂർവ്വം ആചരിക്കുന്നു. വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കും. ക്രൈസ്തവർ നാളെ ഭക്തിപൂർവ്വം പെസഹ വ്യാഴം ആചരിക്കുകയാണ്. യേശുദേവൻ ശിഷ്യന്മാർക്കൊപ്പം നടത്തിയ അവസാനത്തെ അത്താഴത്തിന്റെ സ്മരണയ്ക്കാണ് പെസഹ വ്യാഴം ആചരിക്കുന്നത്. ക്രൈസ്തവരുടെ വിശുദ്ധവും ത്യാഗനിർഭരവുമായ ആഘോഷമാണ് പെസഹ വ്യാഴം. മരണദൂതനിൽ നിന്നും ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽ ജനതയുടെ കടിഞ്ഞൂൽ പുത്രന്മാരെ ദൈവം രക്ഷിച്ചതിന്റെ ആദരസൂചകമായി പെസഹ ആചരിക്കാൻ തുടങ്ങിയതെന്ന് പഴയ നിയമത്തിൽ പറയുന്നു. തിരുവത്താഴത്തിന്റെ സ്മരണ പുതുക്കലായാണ് പെസഹ വ്യാഴാഴ്ചയെ ക്രൈസ്തവർ കാണുന്നത്. തിരുവത്താഴത്തിന്റെ സ്മരണകൾ ഇങ്ങനെ: യേശുദേവൻ ജെറുസലേമിലേക്ക് യാത്രയായി.
യേശുദേവനെ ബഹുമാനിക്കുവാൻ ജനങ്ങൾ വസ്ത്രങ്ങളും വയലിൽ നിന്ന് പച്ചിലക്കൊമ്പുകളും മുറിച്ചു നിരത്തി. അവൻ്റെ മുൻപിലും പിൻപിലും നിന്നവർ വിളിച്ചു പറഞ്ഞു, ഹോസാന! കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, അത്യുന്നതങ്ങളിൽ ഹോസാന! പെസഹ ദിനത്തിൽ യേശുദേവൻ ശിഷ്യന്മാർക്കൊപ്പം ഭക്ഷണത്തിനിരുന്നു. ദൈവരാജ്യം വരുന്നതുവരെ ഇനി ഞാൻ പെസഹ ഭക്ഷിക്കുകയില്ല. തുടർന്ന് യേശുദേവൻ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി അപ്പം മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അദ്ദേഹം ശിഷ്യന്മാർക്ക് നൽകി അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തമാകുന്നു, പുതിയതും ശാശ്വതവുമായ ഉടമ്പടിയുടെ രക്തം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചീന്തപ്പെടാനിരിക്കുന്ന രക്തം. അത്താഴ സമയത്ത് യേശുദേവൻ തൻ്റെ മേലങ്കി മാറ്റി അരയിൽ ഒരു തുവാല കെട്ടി പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. പത്രോസ് എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മാതൃക തന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ആ ഒരു മഹത്തായ മാതൃകാ സങ്കല്പം ഇന്നും ലോകമെങ്ങും തുടരുകയാണ് പെസഹ ദിനത്തിൽ. ലോകമെങ്ങുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ പെസഹ ദിനത്തിൽ പ്രത്യേകം പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കും. നിത്യപിതാവിനും സുതനും ദൂഹായിക്കും സ്തുതിയുണ്ടാകട്ടെ എന്ന് വാഴ്ത്തപ്പെടലുകൾക്കിടയിൽ നാം ഒരു കാര്യം ഓർക്കണം. ദൈവത്തോടുള്ള സമാനത പുലർത്തേണ്ട ആൾ അത് പരിഗണിക്കാതെ മനുഷ്യനായി എന്നും അവരോടൊപ്പം ആയിരിക്കുവാൻ അവിടുന്ന് അപ്പമായി. ഒറ്റിക്കൊടുത്തവൻ്റെയും തള്ളിപ്പറഞ്ഞവൻ്റെയും നാവിലേക്ക് ആദ്യമായി ദിവ്യകാരുണ്യം ചൊരിഞ്ഞു. ആഹാരമായി തീരലാണ് അപ്പത്തിൻ്റെ സായുജ്യം. അപ്പം മുറിക്കപ്പെടുന്നത് പങ്കുവയ്ക്കലിനു വേണ്ടിയാണ്. അതുതന്നെയാണ് ഈ ദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തെ ആർക്കെങ്കിലുമൊക്കെ മുറിച്ചു നൽകുക. സിറ്റി ന്യൂസ്, റാന്നി. കൃഷിവകുപ്പിന്റെയും ജനപ്രതിനിധികളുടെയും വാക്കുകേട്ട് തരിശായി കിടന്ന പാടശേഖരത്തെ കൃഷിയിറക്കിയ സുകുമാരൻ എന്ന കർഷകൻ നേരിടുന്നത് ഒട്ടേറെ തിക്താനുഭവങ്ങളാണ്. റാന്നി മന്ദിരമ്പടിയിൽ തരിശായി കിടന്ന 8 ഏക്കറോളം പാടത്തെ കൃഷിയാണ് പകുതിയും വെള്ളം കയറി നശിച്ചത്. പമ്പ ഇറിഗേഷൻ കനാലിലെ ചോർച്ചയും കടുത്ത വേനൽ മഴയുമാണ് സുകുമാരന്റെ നെൽകൃഷിക്ക് വിനയായത്. കൃഷി വകുപ്പിന്റെയും ജനപ്രതിനിധികളുടെയും വാക്കുകെട്ട് തരിശായി കിടന്ന പാടശേഖരത്ത് വിത്തിറക്കിയ നെൽകർഷകൻ ഹരിപ്പാട് വിയപുരത്ത് വാഴയിൽ വീട്ടിൽ സുകുമാരന് നെല്ല് പാകമെത്തി കൊയ്യാറായപ്പോൾ നേരിടേണ്ടി വന്നത് ഒട്ടേറെ തിക്താനുഭവങ്ങൾ. തരിശായി കിടക്കുന്ന നെൽവയലുകളും കൃഷിയിടങ്ങളും കണ്ടെത്തി അവിടെ വീണ്ടും കൃഷിയിറക്കുക എന്ന ഉദ്ദേശത്തോടെ കൃഷിവകുപ്പ് അത്തരം സ്ഥലങ്ങളെക്കുറിച്ച് സർവേ നടത്തിയിരുന്നു. അതിൻ പ്രകാരം റാന്നി പഞ്ചായത്തിൽ മാത്രം 70 ഹെക്ടർ പാടശേഖരം കൃഷി ചെയ്യാതെ കിടക്കുന്നതായി കണ്ടെത്തിയിരുന്നു. ഈ പാടശേഖരങ്ങളിൽ വീണ്ടും നെൽകൃഷി പുനരാരംഭിക്കുക എന്ന ഉദ്ദേശത്തോടെ റാന്നി മന്ദിരമ്പടിക്ക് സമീപം തരിശായി കിടക്കുന്ന പാടശേഖരങ്ങളിൽ ഇക്കഴിഞ്ഞ ഡിസംബറിൽ നെൽകൃഷി ഇറക്കിയിരുന്നു. ഡിസംബർ 13-ാം തീയതി വിത്ത് വിതയ്ക്കൽ കർമ്മം ആഘോഷമായി കൊണ്ടാടുകയും ചെയ്തു. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് സൂസൻ അലക്സ്, റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ കിഴക്കേവിള, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മറിയാമ്മ ജോർജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരൊക്കെ പങ്കെടുത്ത യോഗത്തിൽ കൃഷിയിറക്കാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന സുകുമാരനെ അനുമോദിക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വിത്ത് വിതയ്ക്കൽ കർമ്മത്തിന് തുടക്കമിടുകയും ചെയ്തു. ത്രിതല പഞ്ചായത്തുകളുടെ ഭാഗത്തുനിന്നും കൃഷിഭവന്റെ ഭാഗത്തുനിന്നും സുകുമാരന് എല്ലാ പിന്തുണയും സഹായവും അന്നവർ വാഗ്ദാനവും നൽകിയിരുന്നു. ഈ തുടക്കത്തിലെ കൃഷി ഇറക്കാൻ നേരത്ത് ഈ നാട്ടുകാർക്കും ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിനും ഒക്കെ നല്ല ഉത്സാഹമുണ്ടായിരുന്നു. അപ്പോൾ ആ ഉത്സാഹം ഇപ്പോഴുണ്ടോ? ഉത്സാഹം വിളവെടുപ്പ് സമയത്ത് അവരെ ആരും കാണുന്നുമില്ല. ആരും ഇതുവരെ എന്നോട് ഒന്നും ഒരു അഭിപ്രായം പോലും ചോദിച്ചിട്ടില്ല. താങ്കൾ എന്ത് ചെയ്യുന്നു, ഏത് രീതിയിൽ ഈ വിളവെടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പോലും ചോദിച്ചിട്ടില്ല. അന്ന് എന്തെങ്കിലും വാഗ്ദാനങ്ങളെല്ലാം നൽകിയോ? അവരെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ദിവസങ്ങൾക്കുള്ളിൽ ജ്യോതി എന്ന ആ നെൽവിത്ത് മുളച്ച് ഒരു പ്രദേശമാകെ പച്ചപ്പണിയിച്ചു. കാറ്റത്ത് ഇളകിയാളുന്ന നെൽച്ചെടികൾ പുതുതലമുറയ്ക്ക് ഒരു കാഴ്ചയായി. പഴയ തലമുറയ്ക്ക് അത് ഒരു ഓർമ്മപ്പെടുത്തലുമായി. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു. നെല്ല് കൊയ്യാൻ പാകമെത്തിയപ്പോഴാണ് ദുർവിധി സുകുമാരനെ വേനൽ മഴയായും ഇറിഗേഷൻ കനാലിലെ ചോർച്ചയുടെയും രൂപത്തിൽ വന്നത്. വേനൽ മഴയ്ക്ക് മുൻപ് തന്നെ 36 നെല്ലുകൾ മുഴുവൻ കനാലിലെ ചോർച്ച കാരണം വെള്ളക്കെട്ടിലായി. വിവരം ഇറിഗേഷൻകാരെ പലതവണ അറിയിച്ചു. ബന്ധപ്പെട്ട കൃഷി ഓഫീസിലും പഞ്ചായത്ത് ഓഫീസുകളിലും മറ്റും അറിയിച്ചെങ്കിലും ചോർച്ച മാറ്റുവാനുള്ള നടപടി കൈക്കൊള്ളുവാൻ എല്ലാവരും വിമുഖത കാട്ടിയതായി സുകുമാരൻ പറഞ്ഞു. ഇത് നമ്മളെ നിരവധി പ്രാവശ്യം കനാലിലെ ഉദ്യോഗസ്ഥരോടൊക്കെ ആവശ്യപ്പെട്ടതാണ് അതുവഴിയുള്ള ഒഴുക്കും നിർത്തിത്തരണമെന്ന്. ഇപ്പം നെല്ല് വിളഞ്ഞു കഴിഞ്ഞിട്ടും നെല്ലിനകത്തോട് ഇപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ മഴവെള്ളം ഇപ്പം പ്രകൃതി നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. മഴ അതിൻ്റെ ഈ കാലാവസ്ഥയുടെ എന്തോ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ മഴ നമുക്ക് അതിഭയങ്കരമായ നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നു. 8 ഏക്കർ സ്ഥലത്താണ് സുകുമാരൻ നെൽകൃഷി ചെയ്തിരിക്കുന്നത്. 4 വളപ്രയോഗം,
പാടമൊരുക്കൽ മുതൽ കൊയ്തെടുക്കുന്നത് വരെയുള്ള കൂലിച്ചിലവ് എല്ലാം കൂടി കണക്കിലാക്കിയാൽ റാന്നിയിലെ നെൽകൃഷി സുകുമാരനെ സംബന്ധിച്ചിടത്തോളം നഷ്ടക്കച്ചവടമാണ്. നല്ല വിളവാണ് ലഭിക്കുന്നതെങ്കിൽ ഒരേക്കറിൽ നിന്നും 35 ക്വിന്റൽ നെല്ലാണ് ലഭിക്കേണ്ടത്. എന്നാൽ ഇവിടെയാകട്ടെ 15 ക്വിന്റലിനോട് അടുപ്പിച്ച് നെല്ല് ലഭിക്കുകയുള്ളൂ. കൃഷിപ്പണിക്ക് ആളെ കിട്ടാത്തതും തൊഴിലാളികളുടെ അമിത കൂലിയുമാണ് കിഴക്കൻ മേഖലകളിൽ ആൾക്കാർ കൃഷി ഉപേക്ഷിക്കുവാൻ കാരണമെന്നും സുകുമാരൻ പറഞ്ഞു. ഇവിടെ തൊഴിലാളികളുടെ ക്ഷാമം, തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ തൊഴിലുറപ്പുകാരും മറ്റുമല്ല നമ്മളോട് ആദ്യം ആവശ്യപ്പെട്ടായിരുന്നു അവർക്ക് കൊയ്ത്ത് കൊടുക്കണം. ഞാൻ ശരി നിങ്ങൾ കൊയ്തോ, ഞാൻ മിഷൻ ഇറക്കുന്നില്ല. ലാസ്റ്റ് കൊയ്യാൻ അവരോട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഞങ്ങൾക്ക് 500 രൂപ വെച്ച് കൂലി തന്നാലേ ഞങ്ങൾ കൊയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു 500 രൂപ വെച്ച് കൂലി തരാം, ഈ വിളവ് കരയ്ക്ക് എങ്ങനെങ്കിലും കയറ്റിത്താം. അപ്പോൾ പറഞ്ഞ് അവർക്ക് ചിലവും കഴിഞ്ഞ് 500 രൂപ വെച്ച് കൂലി കൊടുത്തു. ഒരർത്ഥത്തിൽ ഇങ്ങനെ ആയിരിക്കണം ഇവിടുത്തെ കൃഷി നിന്ന് പോയെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു. അടുത്ത കൃഷി നടത്തണോ എന്ന് പോലും ഞാനിപ്പം ആശങ്കപ്പെടുക. കാരണം ഈ ഒരവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ. റാന്നി മന്ദിരം പടിക്കലെ കൃഷി കൂടാതെ എണ്ണക്കാട്, വിയപുരം തുടങ്ങിയ സ്ഥലങ്ങളിലും സുകുമാരന് കൃഷിയിടങ്ങളുണ്ട്. പക്ഷേ അവിടെയെല്ലാം നെൽകൃഷി വളരെ ലാഭത്തിലായിരുന്നുവെന്നും സുകുമാരൻ പറഞ്ഞു. കൃഷി വകുപ്പിന്റെയും ജനപ്രതിനിധികളുടെയും വാക്കുകേട്ട് തരിശായി കിടക്കുന്ന നിലം കൃഷിക്ക് വിട്ടുകൊടുക്കുന്ന കൃഷിഭൂമിയുടെ ഉടമസ്ഥന് 1 ഹെക്ടറിന് 5000 രൂപ ഒരു വർഷം പാട്ട നൽകും. ഒരു സീസണിൽ 2 കൃഷി ചെയ്യാം. 3 വർഷത്തേക്കാണ് സുകുമാരൻ ഈ പാടശേഖരം പാട്ടത്തിനെടുത്തിരിക്കുന്നത്. ഇക്കുറി നഷ്ടം സംഭവിച്ചാലും ശരി, അടുത്ത വർഷവും ഇവിടെ തന്നെ കൃഷി ഇറക്കുമെന്ന് ദൃഢനിശ്ചയമാണ് സുകുമാരൻ എടുത്തിരിക്കുന്നത്. ഈ വർഷം നഷ്ടം ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചാടിയത്. പക്ഷേ അത് ഇത്രയും വലിയൊരു നഷ്ടം ആയിരിക്കും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ കൃഷി ചെയ്യും. കൃഷി എന്ന് പറയുന്നത് കൃഷി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് നഷ്ടം വരും, ലാഭം വരും. പക്ഷേ കൃഷി ഉപേക്ഷിച്ചൊരു മുന്നോട്ട് പോക്കിനി ഇപ്രാവശ്യത്തെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും. കാരണം സുകുമാരൻ തന്നെ അക്കാര്യം പറയുന്നു. ഞങ്ങൾ കുട്ടനാട്ടുകാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് കൃഷി. ഒരു യഥാർത്ഥ കർഷകനാണ് യഥാർത്ഥ ജനസേവകനെന്നാണ് സുകുമാരന്റെ മതം. പക്ഷേ ഞാനൊരു പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതമാണ് ഒരു പൊതുപ്രവർത്തനം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഇത്രയും അപകടകരമായ ഈ അവസ്ഥയിലും ഈ പാടത്തിറങ്ങി ഈ ജോലികൾ ചെയ്യുന്നതും. എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഞാനും അവരുടെ കൂടെ എല്ലാ ജോലിയിലും പങ്കാളിയാണ്. പിന്നെ ഞാനിപ്പോൾ ഇത് ഇത്രയും പണം മുടക്കി ഇത് കൊയ്തെടുക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷി വിളവിറക്കിയിട്ട് ആ വിളവെടുക്കാതെ പോകുന്നത് ഒരു ഉചിതമായ നടപടിയല്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് വിളവെടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. സിറ്റി ന്യൂസ്, റാന്നി. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ 100% വിജയവുമായി റാന്നി പുല്ലൂപ്പുറം ഹൈസ്കൂൾ തിളക്കമാർന്ന നേട്ടത്തിന് അർഹരായി. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ സഹിതം മികച്ച വിജയമാണ് സ്കൂൾ നേടിയത്. ഇടവേള. Perfect Diagnostic Center on Main Road, Perumpara, Rani. Branch at Central Junction, Vadasherikara. Quality control by CMC Vellore. Clinical Biochemistry Lab and Clinical Pathology Lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. നാട്ടിൽ കൂണുകൾ പോലെ മുളച്ചു പൊന്തിയിരിക്കുകയാണ് ക്ലിനിക്കൽ ലബോറട്ടറികൾ. ശരിയായ പരിശോധന നടത്താതെ ഇവയിൽ പലതും രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഉണ്ടാക്കി വരുന്ന ബുദ്ധിമുട്ടുകളും ചില്ലറയല്ല. അത്തരമൊരു അനുഭവമായി മുണ്ടക്കയം പാലാംതോട്ടിൽ രഞ്ജിത്ത് ജോർജിന് ഉണ്ടായത്. ഇത് മുണ്ടക്കയം സ്വദേശി പാലംതോട്ടത്തെ രഞ്ജിത്ത് ജോർജ്. ഷുഗർ, പ്രഷർ തുടങ്ങി നിരവധി രോഗങ്ങൾ മൂലം ശാരീരികാവസ്ഥകൾ നേരിടുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. രോഗം മൂലം ബുദ്ധിമുട്ടുന്ന രഞ്ജിത്ത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ചികിത്സയിലാണ്. ചികിത്സയ്ക്ക് ശേഷം ഏതാനും ദിവസങ്ങൾ മുമ്പാണ് മുണ്ടക്കയത്തെ വീട്ടിൽ ഇദ്ദേഹം എത്തിയത്. എന്നാൽ ഇതിനുശേഷവും മിക്ക ദിവസങ്ങളിലും ഇദ്ദേഹം തൻ്റെ രക്തപരിശോധന നടത്താറുണ്ട്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവായതിൻ്റെ പേരിലാണ് പരിശോധന നടത്തി വരുന്നത്. എന്നാൽ തിങ്കളാഴ്ച മുണ്ടക്കയത്തെ 3 വ്യത്യസ്ത ലാബുകളിൽ രക്തം പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് 3 ലാബുകളിൽ നിന്നും ഇദ്ദേഹത്തിന് ലഭിച്ചത്. ആദ്യ പരിശോധന നടത്തിയ ലാബിൽ നിന്നും ലഭിച്ച ഫലത്തിൽ HB 11.8 രേഖപ്പെടുത്തിയത്. റിസൾട്ടിൽ സംശയം തോന്നിയ രഞ്ജിത്ത് മുണ്ടക്കയത്തെ മറ്റൊരു ലാബിൽ എത്തി രക്തം പരിശോധിച്ചപ്പോൾ ഫലം ലഭിച്ചത് 8.6.
സംശയം ദൂരീകരിക്കുവാൻ മൂന്നാമത് വീണ്ടും ഒരു ലാബിൽ കൂടി പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് ലഭിച്ച പരിശോധനാ ഫലം 8.8 രേഖപ്പെടുത്തിയതെന്നും രജിത് പറയുന്നു. ഈ കഴിഞ്ഞ മാസം മാർച്ച് മാസം 12-നാണ് അവിടുന്ന് ബ്ലഡ് കൗണ്ട് കുറഞ്ഞ് ഒരു 5 പോയിൻ്റ് ബ്ലഡ് കയറ്റി കഴിഞ്ഞ് എല്ലാം നോർമലായിട്ട് ഡിസ്ചാർജായി വന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ക്ഷീണം തോന്നി. ഇന്ന് രാവിലെ ഞാൻ മുണ്ടക്കയത്തെ ഒരു ലാബിൽ കൊണ്ട് ബ്ലഡ് HP ഹീമോഗ്ലോബിൻ ടെസ്റ്റ് അതിനു വേണ്ടി കൊടുത്തു. കൗണ്ട് അത് കഴിഞ്ഞ് സാറിനെ ഞാൻ വിളിച്ചു ചോദിക്കുകയായിരുന്നു. ഇവിടെ വന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ 11.8 എന്ന് പറഞ്ഞു. അപ്പം 11.8 സാറിന് ഇത് വെച്ച് എനിക്ക് വരാൻ ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ വേറൊരു ലാബിൽ കൂടെ അവിടുന്ന് ആളെ വിളിച്ച് ബ്ലഡ് HP തന്നെ ബ്ലഡ് എടുത്ത് നോക്കി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു 8.6. അത് അപ്പം ഇത് രണ്ടും കൺഫ്യൂഷൻ ആയതുകൊണ്ട് മൂന്നാമതൊരു ലാബിൽ കൂടെ കൊണ്ട് കൊടുത്തു. അപ്പോൾ അവിടെ 8.8 പറഞ്ഞു. അപ്പം ഈ ഏതാ ശരി ഏതാ തെറ്റെന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയാൻ പറ്റാത്ത സ്റ്റേജ്. അപ്പം സാധാരണ പ്രായം ചെന്ന ഒരു വ്യക്തിക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് രക്തത്തിൽ 13 മുതൽ 16 വരെയാണ് വേണ്ടിവരുന്നത്. എന്നാൽ ഇതിൻ്റെ കുറവ് മൂലം രജിത് ശരീരത്തിൽ രക്തം കയറ്റുകയാണ് ചെയ്തത്. ആദ്യം നടത്തിയ പരിശോധനാ ഫലത്തിൽ സംശയം തോന്നുന്നതിൻ്റെ പേരിലാണ് ഇദ്ദേഹം മറ്റു ലാബുകൾ കൂടി പരിശോധനയ്ക്കായി എത്തിയത്. പലപ്പോഴും ഏതെങ്കിലും ഒരു ലാബിൽ പരിശോധന നടത്തിയ ശേഷമാണ് മിക്കപ്പോഴും രോഗികൾ ചികിത്സ എടുത്തത്. എന്നാൽ ഇത്തരത്തിലുള്ള തെറ്റായ ഫലങ്ങൾ രോഗികളുടെ അസുഖത്തിൻ്റെ ആക്കം കൂട്ടുവാനാണ് കാരണമാവുക. കൊയ്ത്ത് ഒരു അനുഭവമായതിന്റെ ഉത്സാഹത്തിലാണ് റാന്നി സ്വദേശിനികളായ 9 യുവതികൾ. തനി കുട്ടനാടൻ ശൈലിയിൽ നെല്ല് കൊയ്യുവാൻ പരിശീലനം കിട്ടിയതാവട്ടെ വളരെ ചുരുങ്ങിയ സമയവും. കൊയ്ത്ത് പഠിച്ചതിന്റെ ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലുമാണ് ഇവർ. കൊയ്ത്ത് എന്നത് കണ്ടിട്ടും കേട്ടിട്ടും മാത്രമുള്ള റാന്നിക്കാരായ 9 സ്ത്രീകൾ തനി കുട്ടനാടൻ ശൈലിയിൽ കൊയ്തു മുന്നേറുന്ന കാഴ്ച റാന്നിക്ക് രസമുള്ളതായി. റാന്നി മന്ദിരംപടിക്കലുള്ള പാടശേഖരത്ത് പാകമായ നെല്ലുകളാണ് നളിനി സാബുവും ഷീനാമണിയും അടക്കമുള്ള 9ഓളം വരുന്ന സ്ത്രീകൾ കൊയ്യുന്നത്. 40 വർഷത്തോളമായി തരിശായി കിടന്ന പാടശേഖരമാണ് റാന്നി മന്ദിരംപടിക്കലുള്ളത്. ഈ കഴിഞ്ഞ ഡിസംബറിലാണ് ഇവിടെ ഹരിപ്പാട്ട് വിയപുരം സ്വദേശിയും കൃഷിക്കാരനുമായ സുകുമാരൻ കൃഷി ഇറക്കിയത്. നെല്ല് കൊയ്യുവാൻ പാകമെത്തിയപ്പോഴാണ് നാട്ടിൽ കൊയ്യാൻ ആളെ കിട്ടില്ലെന്ന കാര്യം സുകുമാരൻ അറിയുന്നത്. നാട്ടിൽ കൊയ്യാൻ അറിയാവുന്നവരെ സമീപിച്ചെങ്കിലും അവർ ഒരു ദിവസത്തേക്ക് ഏതാണ്ട് 500 രൂപയും ചെലവുമാണ് വേതനമായി ചോദിച്ചത്. അപ്രതീക്ഷിതമായിട്ട് ഇത് വേനൽമഴ നമ്മളെ തീർത്തും നിരാശപ്പെടുത്തി. കാര്യം ഒന്നാമത്തെ വിഷയം മെഷീനറി ഇറങ്ങാതെ വന്നു. കൊയ്ത്ത് മെഷീൻ കൊണ്ടുവന്നിട്ട് അത് പ്രവർത്തിക്കാനൊക്കാതെ വന്നു. രണ്ടാമത് വലിയ മെഷീൻ വന്നപ്പോഴത്തേക്ക് അത് കതിർ കൂരി പിടിക്കാത്തൊരവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ പിന്നെ ആളിനെ ഇറക്കി ചെയ്യാന്ന് കണ്ടപ്പോഴും ഒരാ സ്ത്രീ തൊഴിലാളിക്ക് 500 രൂപ കൂലി. കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ലെന്ന് കണ്ടതിനാൽ കുട്ടനാട്ടിൽ നിന്നും കൊയ്ത്ത് യന്ത്രം വരുത്തി. പക്ഷേ പാടത്തെ ചെളി കാരണം കൊയ്ത്ത് യന്ത്രം ഇറക്കാനായില്ല. വേറെ മാർഗമില്ലെന്ന് കണ്ട് കുട്ടനാട്ടിൽ നിന്നും തൊഴിലാളികളെ ഇറക്കി കൊയ്യാൻ സുകുമാരൻ തീരുമാനിച്ചപ്പോഴാണ് നളിനി സാബുവും ഷീനാമണിയും കൊയ്ത്ത് പഠിപ്പിച്ചു തരാമെങ്കിൽ തങ്ങൾ കൊയ്യാമെന്ന് പറയുന്നത്. ഇത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് സുകുമാരന് അറിയില്ലായിരുന്നുവെങ്കിലും സുകുമാരന്റെ അമ്മ കൊച്ചുപെണ്ണും സഹോദരി രമാഗോപിയും തങ്കമ്മ സുഭദ്രാരാജൻ എന്നിവർ ആ വെല്ലുവിളി ഏറ്റെടുത്തു. വെറും 2 മണിക്കൂർ കൊണ്ട് നളിനിയും ഷീനയും അടങ്ങുന്ന 9 അംഗ സംഘത്തെ നന്നായി കൊയ്യാൻ ഇവർ പഠിപ്പിച്ചു. അങ്ങനെ റാന്നി മലയോരവാസികളും കുട്ടനാടൻ കൊയ്ത്തിന്റെ രീതി മനസ്സിലാക്കി, അതിന്റെ താളം മനസ്സിലാക്കി, കൊയ്ത്തുപാട്ടിന്റെ ഈണം മനസ്സിലാക്കി. മനസ്സിന് ഏറെ സംതൃപ്തി നൽകുന്നതായി നളിനി സിറ്റി ന്യൂസിനോട് പറഞ്ഞു. കൊയ്ത്തനുഭവത്തെപ്പറ്റി നളിനിയുടെ വാക്കുകളിലേക്ക്. നേരത്തെ കൊയ്ത്ത് അറിയായിരുന്നു? ഇല്ലായിരുന്നു, അറിയത്തില്ല. ഇവർ നിന്ന് പഠിപ്പിക്കുമായിരുന്നു. നല്ല അനുഭവമാണ് കൊയ്ത്തെന്ന്. ജോലി ഇല്ലാതിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ജോലി വന്ന് ചെയ്ത് തരാമെന്ന് ചോദിച്ചു. ഞങ്ങളത് ആദ്യമേ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, നിങ്ങൾ വന്നാൽ മതി, വന്ന് ഞങ്ങൾ കാണിച്ചു തരാം, അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ അന്നേരം ഇറങ്ങി. നമുക്ക് പണിയില്ലാതിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു പണിയുമായി, ഇപ്പോൾ ഒരു സന്തോഷമായി. ഇതുതന്നെയായിരുന്നു ഷീനയ്ക്കും പറയാനുണ്ടായിരുന്നത്. കുഴപ്പമില്ല, സന്തോഷമുണ്ട്. കൊയ്ത്തു പരിശീലനത്തിൽ ഇവരുടെ ഗുരുവായ കൊച്ചുപെണ്ണിന് സുകുമാരന്റെ സഹോദരി രമയ്ക്ക് ഇവർക്കൊക്കെ ഏറെ കാര്യങ്ങൾ പറയുവാനുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവരുടെ കൂടെ ആദ്യം വന്നു ഇവിടം കാണുകയായിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് സന്തോഷം ഉണ്ടെങ്കിൽ പോലും ഞാൻ ചെയ്യിക്കത്തില്ലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കൂലി ചെലവ് കണക്കാക്കിയപ്പോൾ നമുക്കിതിൽ യാതൊരു നേട്ടവും ഇല്ല, ഒരു നേട്ടവും ഇല്ല. പിന്നെ മനസ്സിന് പ്രയാസമുണ്ട്, നല്ല പ്രയാസമുണ്ട്. ഇത് എങ്ങനെ ഇത് കരയ്ക്ക് എത്തിക്കും, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഇത് രണ്ട് ഭാഗമായിട്ട് തിരിക്കും എന്നുള്ള ഒരു വിഷമം. ഇപ്പം അവർ കൃഷി ഇല്ലായിരുന്നുകൊണ്ടല്ല അവർ ചെയ്യാതിരുന്നത്. 30 വർഷം കൃഷി ചെയ്യാതെ ഇവിടെ ഇട്ടിരുന്നത് കൊണ്ടാണ് അവർ ചെയ്യാതിരുന്നത്. അതേ സമയത്ത് നേരത്തെ മുതൽ കൃഷി ചെയ്യുകയാണെങ്കിൽ അവർ ഇത് പഠിച്ചേനെ. കൃഷിക്കാർ ചെയ്യണം. കൃഷിക്കാർ ചെയ്തെങ്കിൽ മാത്രമേ ഇപ്പം ഈ മുതലാളിമാർ ഈ കൃഷി ചെയ്യുവാണെങ്കിൽ അവർ ഇതിന് പോകും. ഇത് കഴിഞ്ഞ് അവർ തൊഴിലുറപ്പുണ്ടെങ്കിൽ അതിന് പോകത്തുള്ളൂ. കർഷകർ കൃഷി ചെയ്യാൻ തുനിഞ്ഞില്ലെങ്കിൽ തൊഴിലുറപ്പുകാർ
ചെല്ലത്തില്ല. അപ്പോൾ അവർ അതിൻ്റെതായ രീതിയിൽ അവർ മാത്രമേ കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ തൊഴിലാളിക്ക് ചെയ്യാനൊക്കൂ. കൃഷി ജീവവായു പോലെ കാണുന്ന ഈ കർഷക കുടുംബത്തിന് അത് വിട്ടൊരു ജീവിതവുമില്ല. ഇവർക്ക് എല്ലാത്തിനും ഒരു കുട്ടനാടൻ ശൈലിയുണ്ട്. അവരുടെ വാക്കുകൾക്ക് തനി കുട്ടനാടൻ കരുത്തുണ്ട്, വാശിയുണ്ട്, നിഷ്കളങ്കതയുണ്ട്, അധ്വാനത്തിന്റെ സംതൃപ്തിയുമുണ്ട്. സിറ്റി ന്യൂസ്, റാന്നി. രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ പ്രതിമ പത്തനംതിട്ടയിൽ സ്ഥാപിക്കണമെന്ന് കേരള കോൺഗ്രസ് എം സാംസ്കാരിക വേദിയും കേരള ദളിത് ഫ്രണ്ടും ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിക്ടർ ടി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447765036. വാർത്തകൾ തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും റാന്നി, ചാക്കപ്പാലം, പുതുമൺ ഭാഗങ്ങളിൽ വൻ നാശനഷ്ടം ഉണ്ടായി. ഈ ഭാഗങ്ങളിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. നിരവധി മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അതിശക്ത കാറ്റിലും മഴയിലും റാന്നി, പുതുമൺ, ചാക്കപ്പാലം പ്രദേശങ്ങളിൽ വ്യാപകമായ നാശനഷ്ടം സംഭവിച്ചു. വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണ് റോഡിൽ കിടക്കുകയായിരുന്നു. 8ഓളം വൈദ്യുതി പോസ്റ്റുകളാണ് ഈ ഭാഗങ്ങളിൽ ഒടിഞ്ഞു വീണത്. കൂടാതെ നിരവധി വാഴയും റബ്ബറും അതിശക്തമായ കാറ്റിൽ കടപുഴകി വീണിട്ടുണ്ട്. സിറ്റി ന്യൂസ്, റാന്നി. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ റാന്നി ഗുരുകുലം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ഷാഹിൻ മാത്യുവും ബ്ലസനം ഈപ്പരും നിര്യാതനായി. തടിയൂർ വടക്കേമുറിയിൽ ഫിനാൻസ് മാനേജിംഗ് പാർട്ണർ ജോർജ് വർഗീസ്, ജോർജ് കുട്ടി നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് കുറിയന്നൂർ ശാലേം മർത്തോമ പള്ളിയിൽ നടക്കും. ഭാര്യ റേച്ചൽ ജോർജ് റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ആണ്. അനു ജോർജ്, പരേതനായ സാജൻ വി ജോർജ്, മിനി തോമസ് എന്നിവർ മക്കളും, ബാബുജി കണ്ണാടിക്കൽ, ബിൻസി മുദ്രക്കാലായിൽ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. SSLC പരീക്ഷയ്ക്ക് സംസ്ഥാനത്ത് റെക്കോർഡ് വിജയം. 95.47 വിജയ ശതമാനം. നടൻ സുരാജ് വെഞ്ഞാറമൂടിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം. പേരറിയാത്തവർ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ദേശീയ പുരസ്കാരം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് അനുവദിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് UDF-ന് നല്ല ആത്മവിശ്വാസമെന്നും മുഖ്യമന്ത്രി. രക്തം ചൊരിയാതെയുള്ള ബലിയുടെ സ്മരണ പുതുക്കി നാളെ പെസഹ വ്യാഴം. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.